ബ്യൂട്ടിഫുൾ സോൾസ്. ഇതെൻ്റെ മകൻ്റെ ID കാർഡാണ്. ഇന്നത്തോടെ ക്ലാസ് കഴിഞ്ഞു. അദ്ദേഹം ഇനി ഈ കാർഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അടുത്ത വർഷം പുതിയ ID കാർഡായിരിക്കും. അപ്പോൾ നാച്ചുറലി ആളുകളൊക്കെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കളയുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് കുറച്ച് വിയേർഡായിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് ഈ കളക്ഷൻ, മെമ്മറീസ് ഉണ്ടാക്കുക. എൻ്റെ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ഥലം ഈ മെമ്മറീസിന് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. ഇതുപോലെയുള്ള എൻ്റെ വിയേർഡായിട്ടുള്ളൊരു കളക്ഷനാണ് പെർഫ്യൂംസ്. അത് ചില ആളുകൾ തന്ന പെർഫ്യൂംസ് ഇപ്പോഴും അതിലൊരു തുണ്ടേ ബാക്കി ഉണ്ടാവുള്ളൂ, എന്നാലും ഞാനത് സൂക്ഷിച്ച് വയ്ക്കും. ആ മെമ്മറി, ആ സ്മെല്ല് വരുമ്പോൾ കിട്ടുന്നൊരു മെമ്മറി ഉണ്ടല്ലോ, ഒരുപാടായിരിക്കും, അത് പറയാൻ പറ്റില്ല. അതുപോലെ നമ്മൾ കോളേജിൽ യൂസ് ചെയ്തിട്ടുള്ളത്, ഹോസ്റ്റലിൽ യൂസ് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ ആ ഒരു സ്മെല്ല് വരുമ്പോൾ നമ്മൾ ശരിക്കും ആ ഡേയ്സിലേക്ക് ശരിക്കും പോവും. എനിക്കറിയില്ല എത്ര പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതുപോലെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ ക്രിസ്മസ് കാർഡ്സും അമ്മ തുടങ്ങിയ ശീലമാണ്, അത് ഇപ്പോൾ ഞാനും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് കാർഡ്സ്, ലെറ്റേഴ്സ് ഒരിക്കലും മിസ് ചെയ്യില്ല. ലെറ്റേഴ്സ്, അതുപോലെ ന്യൂ ഇയർ കാർഡ്സ്, അത് ഓരോരുത്തർ എഴുതിയത്, അവരുടെ വാക്കുകൾ എന്ന് പറയുമ്പോൾ അവരുടെ സോളല്ലേ, അവരെത്ര സമയം എടുത്തിട്ടായിരിക്കും നമുക്കത് സെലക്ട് ചെയ്ത് അയച്ചിട്ടുണ്ടാവുക. ശരിക്കും ഭയങ്കര 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 ഫീലാണ് എനിക്കറിയില്ല ഞാൻ ഈ ഭ്രാന്തൻ ചിന്തകളൊക്കെ പറയുമ്പോൾ എത്ര പേർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും ജനിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കയ്യിലും ഉണ്ടാവും, നമ്മുടെ കയ്യിലും ഉണ്ടാവും, കുട്ടിയുടെ കയ്യിലും ഒരു ടാഗ് കിട്ടുമല്ലോ, പേരെല്ലാം എഴുതിയിട്ട് ബേബി ഓഫ് റോഷ്നി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ആ കാർഡ്, ആ ഒരു സ്ട്രിപ്പ്, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓർക്കുമ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല, അത്രയധികം മെമ്മറീസ്. ഞാനിപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്നറിയോ, പെട്ടെന്നൊരു ദിവസം ഞാനങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞ് എൻ്റെ മെമ്മറീസാണെന്ന് അവർക്കറിയില്ലല്ലോ, ഇവർ ചുമ്മാ എടുത്ത് വേസ്റ്റായിട്ട് എടുത്ത് കത്തിച്ചാലായിരിക്കും ചിലപ്പം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ, ഇത്ര ക്രേസി ആയിരുന്നോ എന്ന് ചിലപ്പോൾ തോന്നുമായിരിക്കും അല്ലേ, അറിയില്ല. കാരണം എനിക്കിത് തോന്നാൻ കാരണം എന്താ വെച്ചാൽ, മുത്തശ്ശി മരിച്ചപ്പോൾ മുത്തശ്ശിയുടെ അലമാരയ്ക്കകത്തുനിന്ന് കിട്ടിയ കുറേ ഫോട്ടോഗ്രാഫ്സ്, കുറേ ലെറ്റേഴ്സ്, മുത്തശ്ശൻ്റെ കൈപ്പട, അങ്ങനെ കുറേ മുത്തശ്ശിയുടെ അമ്മയുടെ ഡ്രസ്സസ്, അങ്ങനെ കുറേ സാധനങ്ങൾ. നമുക്കത് വാല്യൂ തോന്നില്ല, പക്ഷെ അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൊണ്ടു നടന്ന സാധനങ്ങളായിരുന്നുണ്ടാവും. മിസ് ചെയ്യുമ്പോൾ എടുത്ത് നോക്കാനായാലും ഒക്കെ അല്ലേ. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.